ഓക്കെ. നിങ്ങൾ പ്രൊജക്ടിന്റെ ഇത് കണ്ടെത്തിയോ? നോക്കിയായിരുന്നോ ടോപ്പിക്സ്? हाँ सर. ഓക്കെ. അപ്പൊ സാറിന് പേഴ്സണലായിട്ട് അയക്കുകയാണോ ടോപ്പിക്സ്? ഗ്രൂപ്പിലിട്ടാ മതി. ആണോ? ഓക്കെ. സോ ഇന്ന് നമ്മൾ നോക്കുന്ന വെച്ചാൽ ഹുക്സിൽ തന്നെ കോൾ ബാക്ക് എന്ന് പറയും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ ഹുക്സ് ചെയ്തായിരുന്നു യൂസ് മെമ്മോ എന്ന് പറയുന്നതായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ പ്രവർത്തനവും നമുക്ക് മനസ്സിലായി. എന്താ പ്രിവെന്റ് ചെയ്യുക, എന്തിനെ പ്രിവെന്റ് ചെയ്യുക? അൺവാണ്ടഡ് അല്ലെങ്കിൽ റീറെൻഡറിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക. അൺവാണ്ടഡ് റീറെൻഡേഴ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസിൽ എന്താണ് അത് ചോദ്യം വരാം, എങ്ങനെയാണ് പ്യുവർ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണത്? അത് യൂസ് മെമ്മോ ഉപയോഗിച്ചിട്ടാണ്. സോ പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു റീറെൻഡറിങ് അവിടെ സംഭവിക്കരുത്. അതിനെയാണ് നമ്മൾ പ്യുവർ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് യൂസ് മെമ്മോ ഉപയോഗിക്കാം. സെയിം പേർപ്പസ് തന്നെ റീറെൻഡറിങ്ങിനെ ഒഴിവാക്കുക, അതാണ് യൂസ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വ്യത്യാസം ഇതാണ്. ഒരു യൂസ് മെമ്മോ ആണെങ്കിൽ അത് വാല്യൂവിന് മെമ്മറൈസ് ചെയ്യുന്നു, എന്നാൽ യൂസ് കോൾ ബാക്ക് ആണെങ്കിൽ അത് ഫംഗ്ഷനെ മെമ്മറൈസ് ചെയ്യുന്നു. മെമ്മറൈസിങ് ആണ് രണ്ടുപേരുടെയും ജോലി. ബട്ട് ഫംഗ്ഷനെ മെമ്മറൈസ് ചെയ്യുന്നത് യൂസ് കോൾ ബാക്ക് ആണ്, എന്നാൽ വാല്യൂവിനെ, കമ്മ്യൂട്ടഡ് വാല്യൂവിനെ മെമ്മറൈസ് ചെയ്യുന്നത് യൂസ് മെമ്മോ ആണ്. ഓക്കെ. അപ്പൊ അതില് നമ്മളിപ്പോ നോക്കുന്നത് യൂസ് കോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു ഹുക്കാണ്. അപ്പൊ അത് നിങ്ങളുടെ പ്രൊജക്ട്സിലെ ഇതേപോലെ റീറെൻഡറിങ്ങിന്റെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ പറയണ്ട വാട്ട് ഇസ് യൂസ് കോൾ ബാക്ക് ഡസ്. Use callback let you memorize a function definition so that it is not recreated on every render unless its dependency change. അപ്പോൾ ഒരു കമ്മ്യൂട്ടഡ് വാല്യൂവിനെ റീറെൻഡറിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന് അതെന്ത് ചെയ്യുന്നു? റീക്രിയേറ്റിൽ നിന്നും ഒഴിവാക്കുന്നു. എവറി റെൻഡറിങ്ങിന്റെ ഇടയിലും അൺനെസസറി ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ റീക്രിയേഷന് എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യിക്കുന്നു. ആര്? യൂസ് കോൾ ബാക്ക്. അതാണ് ഈ പറയുന്നത്. യൂസ് കോൾ ബാക്ക് ലെറ്റ് യു മെമ്മറൈസ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് റീക്രിയേറ്റ് ഓൺ എവറി റെൻഡർ അൺലെസ് ഇറ്റ് ഡിപെൻഡൻസ് ചേഞ്ചസ്. This is useful when you pass a callback to a child component that relies on reflections equality to prevent unnecessary re-rendering. Next point പറയുന്നത് you want to avoid creating a new function on every render for performing optimization. അപ്പം നമ്മുടെ ഇതില് നമ്മളൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ചൈൽഡ് കമ്പോണന്റ് ഉണ്ടാവും. അപ്പൊ ഈ റീറെൻഡറിങ് സമയത്ത് ആ ചൈൽഡ് കമ്പോണന്റ് എന്താണ് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യുക, അനാവശ്യമായിട്ട് കോൾ ചെയ്യുക. അതായത് ആ ഒരു ചൈൽഡ് കമ്പോണന്റ് ആവശ്യകത ചിലപ്പോൾ ആ സമയത്ത് റീറെൻഡറിങ്ങിന്റെ സമയത്ത് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ഇതെന്താ റീറെൻഡറിങ് നടക്കുന്നു. അപ്പൊ അതിനെ ഒഴിവാക്കാനും നമുക്ക് എന്താണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് കോൾ ബാക്ക് ഉപയോഗിക്കാം അല്ലെ. അവിടെ ഒരു കമ്മ്യൂട്ടിങ് വരുന്നില്ല അല്ലെ. ഒരു ചൈൽഡ് കമ്പോണന്റ് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എന്താണ് ഒരു വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷെ നമുക്ക് റീറെൻഡറിങ് സംഭവിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് കോൾ ബാക്ക് ഉപയോഗിക്കാം. യൂസ് കോൾ ബാക്ക് റിട്ടേൺ എ മെമ്മറൈസ്ഡ് ഫംഗ്ഷൻ ദാറ്റ് ഓൺലി ചേഞ്ച് വെൻ ഇറ്റ്സ് ഡിപെൻഡൻസി ചേഞ്ച്. അപ്പൊ എന്താണ് അത് നമുക്ക് റിട്ടേൺ തരുന്നത് വാല്യൂ അല്ല, പകരം ഒരു ഫംഗ്ഷനാണ്. സോ ആ ഫംഗ്ഷൻ എപ്പോഴാണ് ചേഞ്ച് ആകുന്നത്? അതിന്റെ ഡിപെൻഡൻസിക്ക് മാറ്റം വരുമ്പോൾ. അത് സെയിം നമ്മളുടെ ഒരു യൂസ് മെമ്മോ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. പാസിംഗ് ഫംഗ്ഷൻ ആസ് എ പ്രോപ്പ് ടു ചൈൽഡ് കമ്പോണന്റ് അവോയ്ഡ് അൺനെസസറി റീറെൻഡറിംഗ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മളുടെ ഒരു ചൈൽഡ് കമ്പോണന്റിലേക്ക് നമ്മളൊരു പ്രോപ്സ് ആയിട്ട് അയക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു ഫംഗ്ഷൻ എന്താണ് റീറെൻഡറിങ് ഒഴിവാക്കണം. പിന്നെ അതേപോലെ തന്നെ അവോയ്ഡ് ഫംഗ്ഷൻ ഐഡന്റിറ്റി ചേഞ്ച് വെൻ ഡിപെൻഡൻസി ഡസ് നോട്ട് ചേഞ്ച്. ഡിപെൻഡൻസി ചേഞ്ച് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫംഗ്ഷന്റെ ഐഡന്റിറ്റി എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ആകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആരിനെ ഉപയോഗിക്കാം? യൂസ് കോൾ ബാക്കിനെ ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും.
ഇവിടെ നമ്മളൊരു യൂസ് സ്റ്റേറ്റും യൂസ് കോൾ ബാക്കും വിളിച്ചിട്ടുണ്ട്. റിയാക്റ്റീവ് തന്നെയാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഫംഗ്ഷന്റെ പേര് ബട്ടൺ എന്നാണ്. അതില് ഓൺ ക്ലിക്ക് ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കൺസോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിൽഡ്രൻ എന്താണോ അത് ഔട്ട്പുട്ട് ചെയ്യുന്നു, റിട്ടേൺ ചിൽഡ്രനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷനായ യൂസ് കോൾ ബാക്ക് എക്സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കമ്പോണന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇൻബിൽഡ് ആയിട്ട് സെയിം കോഡിൽ തന്നെ ചെയ്തെന്നുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കമ്പോണന്റിലേക്ക് ഇത് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, കൗണ്ട് സെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു യൂസ് സ്റ്റേറ്റ് വിളിച്ചു. അതുപോലെ തീം എന്ന് പറയുന്ന യൂസ് സ്റ്റേറ്റ് വിളിച്ചു. സെയിം നമ്മൾ യൂസ് മെമ്മറിൽ ചെയ്ത പോലെ തന്നെ ഇൻക്രിമെന്റ് കൊടുക്കുമ്പോൾ ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ഞാൻ ചെയ്യുന്നത് യൂസ് കോൾ ബാക്കിന്റെ ഉള്ളിലാണ്. ദെൻ ഡിപ്പെൻഡൻസി നമ്മളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് കൗണ്ട് ഇൻക്രിമെന്റ് ആവും. ദെൻ ഡിഫിന്റെ ഉള്ളിൽ നമ്മൾ തീം കൊടുത്തു. തീമിൽ ട്രൂ ആണെങ്കിൽ ബ്ലാക്ക് വരണം, അല്ലാത്ത പക്ഷം വൈറ്റ് ആയിരിക്കും. ദെൻ കളറിലെ തീം ട്രൂ ആണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. ദെൻ പാഡിങ് 20 സെയിം വേ. കൗണ്ടിന്റെ വാല്യൂ പ്രിന്റ് ആവും. ദെൻ നമ്മളുടെ ബട്ടൺ. സോ ഈ ബട്ടൺ എന്ന് പറയുന്നത് നമ്മളുടെ ചൈൽഡ് കമ്പോണന്റ് ആണ്. അതിന്റെ പ്രോപ്സ് ആണ് ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്സ് ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്കിന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് തീം എന്ന് പറയുന്നത്. ദെൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ തുകൾ തീം എന്ന് പറഞ്ഞിട്ട് തുകൾ തീംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ ബട്ടൺ ക്ലോസ് ചെയ്തു. ദാറ്റ്സ് ഓൾ. നമ്മൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇതൊരു കമ്പോണന്റ് ആണ്, മീൻസ് ചൈൽഡ് കമ്പോണന്റ് ആണ്. അപ്പൊ ഈ പ്രോപ്സിലേക്ക് നമ്മളൊരു ഫംഗ്ഷനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ അതായത് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേരാണ് ടൂൾ തീം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് നേരെ ഈ ഫംഗ്ഷനായ ബട്ടന്റെ ഉള്ളിലേക്ക് വരുന്നു. ഓക്കെ, ഓൺ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ടഡ് ആവും. ദെൻ കൺസോളിൽ എന്ത് പറ്റുന്നു, കൺസോളിൽ നമുക്ക് ചിൽഡ്രൻ അതായത് തുകൾ തീം എന്ന് പറയുന്നത് പ്രിന്റ് ആവുന്നു. റിട്ടേൺ നമുക്ക് ആ ഒരു തീം ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുന്നു. അപ്പം വാല്യൂ ഇതായി. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത് എന്താണ്, ഈ ഒരു ഫംഗ്ഷന് അതായത് സെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് തീമിന്റെ ചേഞ്ചസ് വരുമ്പോൾ ഇതിന് കൗണ്ടിങ് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ തീം ആ ഫംഗ്ഷനാലിറ്റി വർക്ക് ആവില്ല. ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കും. എപ്പോഴാണോ കൗണ്ടിന്റെ വാല്യൂസിന് ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിപെൻഡൻസി കൊടുക്കുന്നത്, അപ്പം മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ആക്കി മാറ്റാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതില് ഇമാജിൻ എ സെർച്ച് ബോക്സ് വേർ ദ സെർച്ച് ഫംഗ്ഷൻ ഇസ് പാസ്ഡ് ഡൗൺ ടു എ ചൈൽഡ് കമ്പോണന്റ് ദാറ്റ് ഹാൻഡിൽ API calls with debounce. We do not want the debounce to reset on every rendering just because the parent is re-rendered. അപ്പൊ ഇതൊരു റിയൽ വേൾഡ് ഇതാണ്. നമ്മളൊരു സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സെർച്ച് ബോക്സിൽ വാല്യൂ അടിക്കുമ്പോൾ അത് എന്തിനെ കോൾ ചെയ്യുന്നു, ചൈൽഡ് കമ്പോണന്റിനെ കോൾ ചെയ്യുന്നു എന്നുള്ളത്. എന്നിട്ട് ആണ് നമ്മളുടെ API കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ പാരന്റ് കമ്പോണന്റിന് ഒരു ചേഞ്ചസ് വരും, അല്ലെങ്കിൽ പാരന്റ് കമ്പോണന്റ് റീറെൻഡറിങ് നടക്കുമ്പോൾ എൻ്റെ ചൈൽഡ് കമ്പോണന്റ് അവിടെ എന്ത് സംഭവിക്കരുത്, റീറെൻഡറിങ് നടക്കരുത്. പക്ഷെ കറക്റ്റായിട്ട് അതിന്റെ കണക്ഷനിൽ വരുന്ന വേരിയബിൾസിന് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാത്രമേ അത് നടക്കാവൂ. ഇതാണ് നമ്മളൊരു പ്രാക്ടിക്കൽ എന്താ പറയുന്ന ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് ബോക്സ് പോലത്തെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ചൈൽഡ് കമ്പോണന്റിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബാധിക്കരുത്. ഓക്കെ, ഇതില് ചൈൽഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് സെർച്ച് ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ചൈൽഡ് കമ്പോണന്റ് വരുന്നത്. പാരന്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് സെർച്ച് പേജ് ആണ്. ഓക്കെ, അപ്പൊ സെർച്ച് പേജിൽ ഞാൻ സെർച്ച് ഇൻപുട്ട് എന്ന് പറയുന്ന സെർച്ച് ഇൻപുട്ട് എക്സ്പോർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫെച്ച് റിസൾട്ട് എടുക്കുക, കോൾ ബാക്സിന്റെ ഉള്ളിൽ
നമ്മൾ ക്യൂറി എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. സെർച്ചിങ് ചെയ്ത് വരുന്നു. ലെറ്റ്സ് സീ. ഹലോ. ആ ആ ശരി. ഹലോ. റവന്യൂ ഓഫീസ് എന്നും പറയും. ആ മതി. അവിടുത്തെ പറഞ്ഞാൽ മതി. ആ ചീനവലയുടെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്. ചീനവല അതിന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഇല്ലേ, അതാണ് റവന്യൂ ഓഫീസ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഓഫീസ് അത് ആ ബിൽഡിങ്ങിൽ തന്നെയാണ്. ആ ബിൽഡിങ്ങിൽ ഇറങ്ങിയാൽ മതി. ശരി ശരി. No dependency function won't be recreated. So നമുക്ക് പ്രിവെന്റ് ചെയ്യുക, അതായത് നമ്മളുടെ ചൈൽഡ് റീറെൻഡറിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫങ്ഷണാലിറ്റി രീതിയിൽ എന്ന് പറയുമ്പോൾ ചൈൽഡ് ഇതിൻ്റെ ഉള്ളിൽ മെമ്മോ എന്നുള്ളതിനെ കോൾ ചെയ്യണം. ഓക്കെ, നമ്മൾ തീംസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെമ്മോ വിളിക്കണം. യൂസ് മെമ്മോ അല്ല, മെമ്മോ എന്നാണ്, മെമ്മറൈസിങ് എന്നുള്ള. അത് കോൾ ബാക്കിൻ്റെ തന്നെ വരുന്നൊരു ഇത് ഫങ്ഷണാലിറ്റിയാണ്. റിയാക്ട് എന്ന് വിളിക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ചൈൽഡ് കമ്പോണന്റ് ഉള്ളിലാണ്. അപ്പോൾ നമ്മളൊരു സെർച്ച് ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് സെർച്ചിന്റെ ഒരു കമ്പോണന്റ്, ഇൻപുട്ട് കമ്പോണന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് പുറത്ത് ഇത് നിങ്ങൾ വേറൊരു കമ്പോണന്റിലാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെമ്മോ വഴി വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നമുക്ക് മെമ്മോ വേണ്ട. ബട്ട് പുറത്താക്കി വരുമ്പോൾ, ഒരു റിയൽ വേൾഡ് എക്സാമിലേക്ക് എത്തുമ്പോൾ ഞാനിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ചൈൽഡ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പം അതിനെ റിയാക്ട് ഡോട്ട് മെമ്മോ എന്നാണ് അതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് ഓൺ ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷനെ കൊടുക്കുന്നു. ഇത് പ്രിന്റ് ആവുന്നു. റിട്ടേൺ വരുന്നത് ഒരു ബട്ടൺ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് മീ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എക്സ്പോർട്ട് ഡിഫോൾട്ടിൽ പാരന്റ് വരുന്നുണ്ട്, കൗണ്ട് ഹാൻഡിൽ യൂസ് മെമ്മോ. യൂസ് മെമ്മോയിൽ ഒരു ഫംഗ്ഷൻ അലേർട്ട് ഡിപ്പെൻഡൻസി കൊടുത്തു. ദെൻ എൻ്റെ കൗണ്ട് ഇത് കണ്ടോ, ചൈൽഡ് ഹാൻഡിൽ എന്നുള്ള ഫംഗ്ഷനെ ഞാനിവിടെ ഇട്ടുകൊടുക്കും. അതാണ് യൂസ് കോൾ ബാക്കിൻ്റെ ഫംഗ്ഷനാണ് ചൈൽഡ് ഹാൻഡിൽ. ആ ഫംഗ്ഷനെയാണ് ഞാൻ എൻ്റെ ചൈൽഡ് ബട്ടണിലേക്ക് കൊടുക്കുന്നത്. പ്രോപ്സിൻ്റെ പേര് ഓൺ ക്ലിക്ക് എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മളത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഐഡിയ കിട്ടും എങ്ങനെ എന്നുള്ളത്. ഇപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂസ് മെമ്മോ ഉപയോഗിച്ച പോലെ തന്നെ നമ്മളുടെ ഫംഗ്ഷനെ യൂസ് കോൾ ബാക്കിൽ വിളിക്കാം. എന്നിട്ട് ആ ഫംഗ്ഷനെ നിങ്ങൾക്ക് ഏത് ചൈൽഡിലേക്കും കൊടുക്കാം. അപ്പം ആ ചൈൽഡിൽ ഒരു മെമ്മോ വിളിച്ച് വേണം റിട്ടേൺ വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നിങ്ങൾക്ക് സെർച്ച് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഇത് ചെയ്യുന്നുണ്ട്, യൂസ് മെമ്മോ അതിൻ്റെ ബുക്ക് ഫിൽട്ടർ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബുക്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പാരന്റ് കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാരന്റ് എന്ന് പറഞ്ഞു കൊടുത്തു JSX.
എന്നിട്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് ഡിഫോൾട്ട് കൊടുക്കുന്നു, ഫംഗ്ഷൻ കൊടുക്കുന്നു, ഇതിന്റെ പേര് പാരന്റ് എന്ന് പറഞ്ഞു കൊടുത്തു, റിട്ടേൺ കൊടുത്തു, ഫാർമാറ്റ് വിളിച്ചു. അതേപോലെ തന്നെ ഒരു ചൈൽഡ് കമ്പോണന്റ് കൊടുക്കുന്നു. സോ ചൈൽഡ് j6. സോ ഇതും എക്സ്പോർട്ട് ഡിഫോൾട്ട് ഇതിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടി വരും. ഫങ്ഷൻ ആണ്. സോ ഫങ്ഷൻ നമുക്ക് കൊടുക്കുമ്പോൾ ചൈൽഡ് റിട്ടേൺ ഫോർമാറ്റ്. ഇവിടെ പ്രോപ്സ് കൊണ്ടുവന്ന പോലെ തന്നെ ഇതിനെ ഇമ്പോർട്ട് മെമ്മോ ഫ്രം റിയാക്ട് ഇങ്ങനെ എടുക്കാം, മെമ്മോ ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ഫങ്ഷൻ വിച്ച് ഇസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, റിയാക്ട് ഡോട്ട് മെമ്മോ. അതിൻ്റെ ഉള്ളിൽ വേണം ആരണപ്പെടുത്താൻ, ഈ ഫംഗ്ഷനെ പെടാൻ. കണ്ടോ? അപ്പം ആ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫോൾട്ടിലേക്ക് കൊടുക്കാതെ റിയാക്ട് മെമ്മോയിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടായിട്ട് കൊടുക്കാം. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ പ്രോപ്സ് കൊടുക്കാം. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇതാണ് എൻ്റെ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ദെൻ റിട്ടേണിൻ്റെ ഉള്ളിൽ നമുക്ക് ബട്ടൺ ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ. ഇവിടെ അതിൻ്റെ ആട്രിബ്യൂട്ട് ആയ ഓൺ ക്ലിക്ക്, ഫംഗ്ഷൻ്റെ പേരെന്താണ് ഓൺ ക്ലിക്ക് തന്നെ, കാരണം പ്രോപ്സിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പം അത് അതേപടി വിളിക്കാം. ഓക്കെ, ദെൻ ക്ലിക്ക് മീ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഇത് ബട്ടണ് റിട്ടേൺ ചെയ്യുന്നൊരു എന്താണ് ചൈൽഡാണ്. അപ്പം ഇത് ഞാൻ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും, ബട്ടൺ പ്രിന്റ് ആവും. അതിൽ ബട്ടനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് നമുക്ക് പാരന്റിൽ നിന്നും വരുന്ന ഫംഗ്ഷൻ. ഓക്കെ, ആ ഫംഗ്ഷനാണ് ഇത് പാരന്റിൽ നിന്ന് വരുന്ന ഫംഗ്ഷൻ. അപ്പൊ പാരന്റില് നമുക്ക് ഇമ്പോർട്ട് യൂസ് കോൾ ബാക്ക്, then use state കൊടുത്തു. ഇനി ഞാനൊരു ഫംഗ്ഷൻ വിളിച്ചു, ഹാൻഡിൽ ബട്ടൺ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഫംഗ്ഷൻ എഴുതാനല്ല പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് കോൾ ബാക്ക് എന്നുള്ള വിളിച്ച് അതിൽ ആദ്യത്തെ ഹാൻഡിലർ നമ്മൾ ഇടുന്നു. ഓക്കെ, ഹാൻഡിലറിൻ്റെ പേര് ഉള്ളിൽ അലേർട്ടിൽ ഞാൻ കൊടുത്തു, ക്ലിക്ക് മീ ഇസ് ടി എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഒരു ഡിപ്പെൻഡൻസി, ഓക്കെ, ഡിപ്പെൻഡൻസി കൊടുത്തു, ബ്ലാങ്ക് ഡിപ്പെൻഡൻസി കൊടുത്തു. ഇത് യൂസ് കോൾ ബാക്ക് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി എൻ്റെ ചൈൽഡിനെ വിളിക്കാം. ഓക്കെ, ചൈൽഡ് കമ്പോണന്റ് ഞാൻ വിളിച്ചു, ചൈൽഡ് കമ്പോണന്റ് വന്നു. അതിൻ്റെ പ്രോപ്സിൻ്റെ പേരാണ് ഓൺ ക്ലിക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഫംഗ്ഷനായ ഹാൻഡിൽ ബട്ടണിനെ വിളിച്ചു കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ, അത്രേ പ്രോഗ്രാമിലുള്ളൂ. ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇതിനൊന്ന് പാരന്റിനെ വിളിച്ചു. അപ്പം പാരന്റില് നമ്മളൊരു യൂസ് കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കുന്നു, അതിനെ എൻ്റെ ചൈൽഡ് കമ്പോണന്റിലേക്ക് പ്രോപ്സ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ.
എന്നിട്ട് അതിന് അതായത് ചൈൽഡ് കമ്പോണന്റ് നമ്മൾ മെമ്മോയിൽ വേണം എന്താണ് ഫങ്ഷൻ കൊടുക്കാൻ, എന്നാലേ ആ ഒരു റീക്രിയേഷൻസ് ഒഴിവാക്കി കിട്ടുള്ളൂ. def എന്ന് പറഞ്ഞു. എനിക്കിവിടെ ആ ബട്ടൺ വന്നു. ചൈൽഡ് കമ്പോണ്ടിലാണ് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അത് വിളിച്ചപ്പോൾ അത് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അലേർട്ട് വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കൺസോൾ ചെയ്യാതെ പ്രശ്നമില്ല. പാരന്റ് കമ്പോണ്ടിൽ ഹാൻഡിൽ ബട്ടൺ. ഓക്കെ, അലേർട്ട്. ആ ക്ലിക്കിലൊരു സി കുറവാണ്. ക്ലിക്ക് മീ ഇസ് ആക്ടിവേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആക്ച്വലി എവിടെയാണ്? ചൈൽഡ് കമ്പോണ്ടിന്റെ ബട്ടണാണ്. അപ്പം ആ ബട്ടണിലേക്ക് നമ്മൾ ഹാൻഡിൽ ബട്ടൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോപ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷെ ഇവിടെ ഇനി ഈ ഒരു പാരന്റിൽ വേറെ എന്തെങ്കിലും റെൻഡറിങ് ബട്ടൺസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവുമ്പോൾ അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നില്ല, റീ റെൻഡറിങ് നമുക്ക് നടക്കൂല. ഓക്കെ, ഇപ്പൊ ഇതിൽ ഞാൻ ഹാൻഡിൽ ബട്ടൺ എന്ന് പറഞ്ഞു. ഓൺ ക്ലിക്കിന് പകരം എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോപ്സ് കൊടുക്കാം. ലൈക്ക് മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്സ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചൈൽഡ് കമ്പോണന്റിൽ ഞാൻ ഇവിടെ ഓൺ ക്ലിക്കിന് പകരം ഇങ്ങനെ കൊടുക്കണം, മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ സാധാരണ ഓൺ ക്ലിക്ക് ബട്ടൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷന്റെ പേര് വിളിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, സെയിം റിസൾട്ട് തന്നെ നിങ്ങൾക്ക് വരും. അപ്പൊ ഇപ്പോൾ ഇതില് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പാരന്റ് ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾ ചൈൽഡ് ഫംഗ്ഷനിലേക്ക് ഒരു ഫംഗ്ഷന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് കോൾ ബാക്ക് ഫംഗ്ഷൻസ് ഒന്നും ഉപയോഗിക്കാം. പക്ഷെ കോൾ ബാക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഇപ്പൊ ഈ പാരന്റിൽ വേറെ എന്തെങ്കിലും എക്സിക്യൂഷൻ ഉണ്ട്, തീംസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ ബട്ടൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ റീക്രിയേറ്റ് ആവൂല. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം ഈ ഒരു കോൾ ബാക്ക് എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ റിയാക്റ്റിന്റെ ഹുക്കിനെ വിളിച്ചു കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒന്ന് ഹാൻഡിലറും ഒന്ന് അതിന്റെ ഡിപ്പെൻഡൻസിയും. ഇത് രണ്ടും കൊടുക്കണം. എന്നിട്ട് ആ ഫംഗ്ഷനേക്ക് എന്ത് ചെയ്യാം, ചൈൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചൈൽഡ് ഒരു മെമ്മോ ആയിരിക്കണം. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്, ഈ ഒരു ആക്ടിവിറ്റിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കൊടുത്താലേ ഇത് ആവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. സെയിം ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഏതൊക്കെ ചൈൽഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടോ ആ ചൈൽഡ് ഫംഗ്ഷൻ എല്ലാത്തിലും റിയാക്ട് മെമ്മോയിൽ നമ്മളുടെ ഫംഗ്ഷനെ വിളിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇതില് ഞാൻ ഒരു യൂസ് സ്റ്റേറ്റ് ഉപയോഗിച്ച് ഒരു തീം സെറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം, കോൺസ്റ്റന്റ്. അപ്പൊ തീം എന്ന് പറയുന്നത് ഈ ഹാൻഡിലറായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ തീം സെറ്റ് തീം ഓക്കെ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഫോൾസ് എന്ന് പറഞ്ഞു കൊടുത്തു, ഫോൾസ് കൊടുത്തു. ഇവിടെ ഒരു ഡിവ് നമുക്കിവിടെ കൊടുക്കാം. ഡിവിന്റെ ഉള്ളിലാണ് നമ്മളുടെ ചൈൽഡ് കമ്പോണൻസ് ഇടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ബട്ടൺ ഓൺ ക്ലിക്ക്, ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് തീം, അതൊരു നോട്ട് തീമിൽ കൊടുത്തു. ഇപ്പം ടൂഗിൾ ആക്ഷൻ
പ്രൊഡ്യൂസ് ചെയ്യും. തീം എന്ന് പറഞ്ഞോണ്ട് ഇനി ഡിവില് ഞാൻ കളർ കൊടുക്കാം. സ്റ്റൈൽ 2 കേളി ബ്രാക്കറ്റ്. ഉള്ളിലത്തെ കേളി ബ്രാക്കറ്റിൽ നമ്മളുടെ എന്താണ് പ്രോപ്പർട്ടി നെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇതാണ്. സോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ഇനി അതിന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. സിംഗിൾ കോഴ്സിന്റെ ഉള്ളിൽ അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ തീം ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് എന്ന് തരണം. അല്ലാത്ത പക്ഷമാണെങ്കിൽ വൈറ്റ്. സെയിം വേ കളർ തീം ട്രൂ ആണെങ്കിൽ വൈറ്റും അല്ലാത്ത പക്ഷമാണെങ്കിൽ ബ്ലാക്കും കയറുക. പാഡിങ് ഒരു 20 px കൊടുത്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇവിടെ ഇതേപോലെ സ്റ്റൈല് സെറ്റായി. ബ്ലാക്ക് വൈറ്റ്. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. ഇവിടെ ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗോ കൊടുത്ത് ഹാൻഡിൽ ബട്ടൺ എന്നുള്ള പേര് കൊടുത്തു. ഒന്ന് റിഫ്രഷ് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഹാൻഡിൽ ബട്ടൺ വർക്ക് ചെയ്യുന്നത്. തീം ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കിവിടെ റീക്രിയേറ്റ് ആകുന്നില്ല. ഓക്കെ, സോ എൻ്റെ യൂസ് കോൾ ബാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് റീക്രിയേഷൻ എന്താണ് അൺവാണ്ടഡ്ലി റീക്രിയേഷൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഡിപ്പെൻഡൻസി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ ഫംഗ്ഷനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. യൂസ് മെമ്മോ എന്താണ് കമ്മ്യൂട്ടഡ് വാല്യൂസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂവിനെ സംബന്ധിച്ചാണെങ്കിൽ യൂസ് മെമ്മോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ചൈൽഡ് കമ്പോണന്റിലാണ് നമ്മൾ സെർച്ചിങ് ബോക്സ് ഇരിക്കുന്നത്. അവിടേക്ക് നമുക്ക് സെർച്ച് ഫംഗ്ഷൻ അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സെർച്ച് ഫംഗ്ഷനെയാണ് നമുക്ക് റീക്രിയേറ്റ് ആവശ്യം ചെയ്യാൻ പാടില്ലാത്തത്, റീക്രിയേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പറയുന്ന യൂസ് കോൾ ബാക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് അത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. നമ്മൾ അയക്കുന്ന ഫംഗ്ഷനെ യൂസ് കോൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് അയക്കുക. അതേപോലെ ചൈൽഡിലേക്ക് ഉണ്ടെങ്കിൽ ചൈൽഡ് കമ്പോണന്റ് ഉണ്ടെങ്കിൽ ആ ചൈൽഡ് കമ്പോണന്റിനെ മെമ്മോയുടെ ഉള്ളിൽ വേണം ആഡ് ചെയ്ത് വെക്കാൻ. അപ്പൊ മെമ്മോയുടെ ഇതിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല, വർക്ക് ആവില്ല, കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ചൈൽഡ് മെമ്മോ അല്ലെങ്കിൽ ചൈൽഡിനെ എന്ത് ചെയ്യണം, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അയക്കുന്ന ഫംഗ്ഷന് അത് എന്ത് ചെയ്യുള്ളൂ, ഓർത്തിരിക്കുള്ളൂ. അപ്പോൾ ഇൻട്രൊഡ്യൂസിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂസ് മെമ്മോ ആൻഡ് യൂസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് മെമ്മോ മെമ്മറൈസ് ദ കമ്മ്യൂട്ടഡ് വാല്യൂസ് ആണെങ്കിൽ വേർ യൂസ് കോൾ ബാക്ക് മെമ്മറൈസ് ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതാണ് അതിന്റെ മെയിൻ വ്യത്യാസം. ഒറ്റതിൽ പറഞ്ഞാലും മറ്റത് വാല്യൂ, ഇത് ഫംഗ്ഷനാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഹുക്സ്. യൂസ് അപ്പൊ നമ്മൾ യൂസ് സ്റ്റേറ്റ്, യൂസ് എഫക്റ്റ്, യൂസ് റെഫ്, യൂസ് മെമ്മോ, യൂസ് കോൾ ബാക്ക്. പിന്നെ യൂസ് റെഡ്യൂസർ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. യൂസ് റെഡ്യൂസർ എന്താണ്, ചെറിയൊരു കാര്യമാണത്. യൂസ് റെഡ്യൂസർ എന്ന് പറയുന്നത് യൂസ് റെഡ്യൂസർ ആക്ച്വലി യൂസ് സ്റ്റേറ്റ് പോലെ തന്നെയാണ്, ബട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസിന് അപ്ഡേഷൻ അങ്ങനത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് യൂസ് റെഡ്യൂസർ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ യൂസ് സ്റ്റേറ്റ് പോലെ വാല്യൂ സ്റ്റോർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക ഒക്കെയാണ്
ബട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിഡ്യൂസർ. അപ്പൊ അതൊന്ന് നോക്കുക, അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുക, അതിൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കുക, എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ റിയാക്റ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ഗിറ്റപ്പിന്റെ ലിങ്ക് തരാം, അതിൽ റിയാക്ടിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇന്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. വൺ സൈഡ് ഇന്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, സെക്കൻഡ് സൈഡ് പ്രോജക്റ്റ് ക്രിയേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിന്റെ ഗിറ്റപ്പിന്റെ ലിങ്ക് ഞാൻ ഇതിൽ തരാം, ഇതൊന്ന് നോക്കണം. ദെൻ റിയാക്ട് ഇന്റർവ്യൂ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഒത്തിരി ഉണ്ട്. ഇത് എല്ലാം പഠിക്കാനല്ല പറയുന്നത്, ഇതെല്ലാം ഓടിച്ചു പോവുക. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത്, ബേസിക്സ്, അതായത് കോർ സെക്ഷനാണ് ആദ്യത്തെ വരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് വായിച്ച് നോക്കുക. വാട്ട് ഇസ് റിയാക്ട് ഹിസ്റ്ററി, അങ്ങനെ JX, പിന്നെ കമ്പോണൻസിനെ കുറിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ ഇതിൽ നിന്ന് തന്നെ പഠിക്കുമ്പോൾ റിയാക്ട് എന്താണ് ഏതാണെന്നുള്ളതും കൂടി കിട്ടും. അങ്ങനെ തന്നെ പഠിക്കുക, എന്നാലും മൈൻഡിൽ നിൽക്കുള്ളൂ. ദെൻ റിയാക്ട് ഇന്റർനാഷണലൈസേഷൻ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലേക്ക് വരും. പിന്നെ റിയാക്ട് ടെസ്റ്റിംഗ് ഉണ്ട്, അതിപ്പോൾ നിങ്ങൾ നോക്കണമെന്നില്ല. അത് ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതിലേക്ക് വരും. പിന്നെ റിഡക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ഇത് ആദ്യം വായിച്ചു വെക്കുക. ദെൻ ഐ വിൽ ടേക്ക് ദ ക്ലാസ് ഓഫ് റിഡക്സ് എന്താണ്. നമ്മളിപ്പോൾ റിഡക്സ് ടൂൾ കിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇത് പഴയ രീതിയാണ്. ഇത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം എന്താണ് റിഡക്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്നത് ഇത് ബേസ്ഡ് അല്ല, ഇതിൽ വർക്കിംഗ് കാണിക്കും, പക്ഷെ അതൊന്നും നിങ്ങൾ എടുക്കണ്ട, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. റിഡക്സ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ കിറ്റാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ റിയാക്ട് നേറ്റീവ് ഉണ്ട്, മൊബൈൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള, അത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി എന്താ പറയുക, ഇ-കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കണ്ട് പേടിക്കണ്ട, എല്ലാ ദിവസവും ഒരു 10 അങ്ങനെയായിട്ട് പറ്റണത്ര പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് കവർ ചെയ്യാന്നുള്ളൂ റിയാക്ടിന്റെ ഫുൾ ആയിട്ട്. സോ ഇത് കോൺഫിഡന്റ് ആയിട്ട് എന്താണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ചോദിക്കുന്നല്ല, നമുക്ക് എല്ലാം ഓർത്തിരിക്കാനും പറ്റില്ല. പക്ഷെ വായിച്ച് മനസ്സിലാക്കുന്ന റിയാക്ട് എന്താണെന്നുള്ളതും, ഒരു ചോദ്യം വന്നാൽ നമുക്ക് ആ റിയാക്ട് സംബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാൻ പറ്റും. ഒരു ടോപ്പിക് നമുക്ക് കുറെ ഡീപ്പായിട്ട് അറിഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ചും കൂടി ഫ്ലുവൻസി ഉണ്ടാവും. അപ്പൊ ആ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലുവൻസി അല്ലെങ്കിൽ പ്രോംപ്റ്റ്, അത് കാണുമ്പോൾ തന്നെ കോൺഫിഡന്റ് കാണുമ്പോൾ തന്നെ നമ്മൾ സെലക്റ്റഡ് ആവും. ഓക്കെ, അതാണ് മെയിൻ ഇത്. അപ്പൊ അതിന് നോളജ് വർദ്ധിപ്പിക്കണം, അതിനാണ് ഈ ഒരു കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ കോഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക, അതൊരു സൈഡിൽ ചെയ്യുക. ദെൻ പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആവും. പറഞ്ഞോളൂ. ഈ പ്രോജക്റ്റില് ഞാന് പ്രോജക്റ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ വ്യാഴാഴ്ച, അപ്പൊ മറ്റേ ബുക്ക് കളക്ഷൻ ഇതാക്കല്ലേ, ബുക്ക് കളക്ഷൻ, അത് ചെയ്യാൻ ഓർത്തു. അപ്പൊ അതിന്റെ ഡാറ്റാബേസില് അതിന്റെ ഡാറ്റാബേസ് വേണ്ടേ? ഡാറ്റാബേസ് വേണം, ബാക്ക് എൻഡ്. അത് ഈ കാർട്ടിലേക്ക് ആഡ് ചെയ്യണ ഇതല്ലേ? ബുക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് കളക്ഷനിൽ നിങ്ങൾക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട്, അതായത് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ വരാം. ഓൺലൈൻ ബുക്സ് ഉണ്ട്, ഇതെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് സാധാരണ നമ്മളിപ്പോ എന്താണ് ഷാംപൂ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ മേടിക്കുന്ന അതേ ഇത് തന്നെ, ഐറ്റം മാറുന്നേ ഉള്ളൂ. ഓക്കെ, സെയിം യൂസർ സൈനപ്പ് ചെയ്ത യൂസർ ആഡ് ചെയ്ത കാർട്ടിലെ സാധനങ്ങൾ അതിനകത്ത് വരും. യൂസർ എന്ന് പറഞ്ഞാല് ഒന്ന് ഓതർ,
ബുക്കിന്റെ ഉടമ, ഓക്കെ. അയാള് ആഡ് ചെയ്യുന്നു. ആ. പിന്നെ വന്നത് കസ്റ്റമർ. അപ്പൊ കസ്റ്റമർ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ബുക്സ് എല്ലാം കാണാൻ പറ്റും. സോ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, വരുന്നു. ഇതാ അപ്പൊ ഇതില് അഡ്മിനും ഓതറും കസ്റ്റമറും 3 പേരുണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ. സർ എന്റേത് അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബുക്കല്ല, വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സ് പോലെ മതി, വാങ്ങിക്കുന്ന ഈ അതായാലും മതി. ഞാൻ പറയാം, നിങ്ങൾ പേയ്മെന്റ് ലാസ്റ്റ് ഇടണമെന്നുള്ളൂ. ഓക്കെ. ശരി, എന്നാ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാവേ. ആ ഓക്കെ. 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 അന്ന് സാറ് ലാസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുത്തില്ലേ, അർച്ചന, അപർണ, ഇക്കെ ആൻഡ് ലിഖിത, അവർ പാസ്സാണോ? അർച്ചന ഫസ്റ്റ്, ലിഖിത രണ്ടുപേരും. അത് ഓരോ ഓക്കെ, നല്ലൊരു സംസാരിച്ചാണ് ഷെറോണോടല്ലേ. അവർക്ക് പ്രൊജക്ട്, മറ്റേ കൊച്ചി പ്രൊജക്ട് ഡിപ്ലോയ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടുള്ള ബെറ്റർ ആണ് ആ കൊച്ചു, കുറെ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രൊജക്ട് ഞാൻ നോക്കി, അതിന് ഡിപ്ലോയ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കുറച്ച് സജഷൻ പറഞ്ഞു. അത് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അഡ്മിന് ലോഗിൻ ചെയ്യാൻ വേണ്ടി ബോക്സ് ഇട്ട് വെച്ചേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് എടുത്ത് കളയാം, സെക്യൂരിറ്റി റീസൺ ആണ്, അത് വേണ്ടെന്ന് പറഞ്ഞു.